എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ആപ്പിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ നടന്ന HSA എക്സാമിലെ രസതന്ത്ര ചോദ്യങ്ങളുമായിട്ടാണ്. ആൾറെഡി എൻട്രി ആപ്പിന്റെ HSA കോഴ്സുകളിൽ നിങ്ങൾ ടോപ്പിക്കുകൾ കവർ ചെയ്ത് വരികയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഇനി കുറെ മോക്ക് എക്സാമുകൾ ചെയ്യുകയാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് തന്നെയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എങ്കിൽ തന്നെയും ആ ക്വസ്റ്റ്യൻസും അതിനെ റിലേറ്റ് ചെയ്തു പറയുന്ന കുറച്ച് ഫാക്റ്റുകളുമുണ്ട്. ആ ഫാക്റ്റുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ടിരിക്കുക. ടോപ്പിക് ഡിസ്കഷൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് പറയുന്നു, അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ഫാക്ട്സ് പറയുന്നു. ആ ഫാക്റ്റുകൾ നിങ്ങളൊന്ന് കേട്ടിരിക്കുക. മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. റെഡി? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A+X- എന്ന അയോണിക സംയുക്തത്തിന്റെ കോവാലൻസി കൂടുന്നത് എപ്പോഴാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. A+X- അയോണികൾ ചെറുതാകുമ്പോൾ, A+ അയോണികൾ ചെറുതും X- അയോൺ വലുതുമാകുമ്പോൾ, ഓപ്ഷൻ സി A+X- അയോണുകൾ ഒരേപോലെ ഇരിക്കുമ്പോൾ, ഓപ്ഷൻ ഡി A+ അയോൺ വലുതും X- അയോൺ ചെറുതുമാകുമ്പോൾ. പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ടോപ്പിക് വന്നിരിക്കുന്നത് +1 4th ചാപ്റ്റർ ആയ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇനി കെമിക്കൽ ബോണ്ടിങ്ങിലെ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഫജൻസ് റൂൾ റിലേറ്റ് ചെയ്താണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. HSA പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ ഈ ചോദ്യം ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇനിയും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റുകളെന്ന്. എന്താ ഫജൻസ് റൂൾ പറയുന്നത്? പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഫജൻസ് റൂൾ എന്ന് പറഞ്ഞാൽ ഒരു അയോണിക ബന്ധനത്തിൽ ഭാഗികമായി ഉണ്ടാകുന്ന സഹസംയോജക സ്വഭാവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് റൂള് പ്രകാരമാണ്? ഫജൻസ് റൂള് പ്രകാരമാണ്. ഇതിൽ സഹസംയോജക സ്വഭാവത്തെ ആശ്രയിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ആ 3 പോയിന്റ് ആണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പറഞ്ഞു തരാം. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചു കേൾക്കണേ. കാറ്റയോണിന്റെ വലിപ്പം, കാറ്റയോണിന്റെ വലിപ്പം കുറയും തോറും കോവാലൻസി അഥവാ കോവാലന്റ് ക്യാരക്ടർ കൂടുന്നു. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. കാറ്റയോണിന്റെ വലിപ്പം കുറയും തോറും കോവാലന്റ് ക്യാരക്ടർ കൂടുന്നു. ഓക്കെ, സഹസംയോജക സ്വഭാവം കൂടുന്നു. രണ്ടാമത്തെ പോയിന്റ് ആനയോണിന്റെ വലിപ്പം കൂടുന്തോറും കോവാലന്റ് ക്യാരക്ടർ അഥവാ സഹസംയോജക സ്വഭാവവും കൂടുന്നു. അപ്പൊ 2 പോയിന്റുകൾ പഠിച്ചു. കാണാൻ പറ. 1, കാറ്റയോണിന്റെ വലിപ്പം കുറയും തോറും സഹസംയോജക സ്വഭാവം കൂടുന്നു. 2, ആനയോണിന്റെ വലിപ്പം കൂടുന്തോറും സഹസംയോജക സ്വഭാവം കൂടുന്നു. 3, കാറ്റയോണിന്റെ ചാർജ് കൂടുന്തോറും കോവാലന്റ് ക്യാരക്ടറും കൂടുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ കാറ്റയോണിന്റെ വലിപ്പം കുറയണം, ആനയോണിന്റെ വലിപ്പം കൂടണം, കാറ്റയോണിന്റെ ചാർജ് കൂടണം. ഈ കേസുകളിലേക്കാണ് പൊതുവെ ഏത് സ്വഭാവം അയോണിക ബന്ധനത്തിൽ കൂടുതലായി കാണിക്കുന്നത്? സഹസംയോജക സ്വഭാവം. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ NaCl എഴുതി, അതേപോലെ AlCl3 എഴുതി, അതേപോലെ ഇത് വേണ്ട, MgCl2 എഴുതി.
ഞാൻ 3 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, 3 എണ്ണം. ഈ 3 എണ്ണത്തിൽ ഫജൻസ് റൂള് ഏറ്റവും അക്കോർഡിംഗ് ടു ഫജൻസ് റൂൾ കൊവാലൻസി സഹസംയോജക സ്വഭാവം ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആരാണ്? പറയാമോ? യെസ്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആ 3 ഓപ്ഷനും കണ്ടല്ലോ, NaCl, AlCl3, MgCl2. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളെയാണ് നമ്മൾ കാറ്റയോണുകൾ എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകളെയാണ് നമ്മൾ ആനയോണുകൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് ആദ്യം കിടക്കുന്നവൻ കാറ്റയോണും രണ്ടാമതുള്ളവൻ ആനയോണുമാണ്. എന്താ ഞാൻ പറഞ്ഞത്? ആദ്യമുള്ളവൻ കാറ്റയോണും രണ്ടാമതുള്ളവൻ ആനയോണുമാണ്. AlCl3യിലേക്ക് നമുക്ക് വരാം. AlCl3യില് Al കാറ്റയോണും Cl ആനയോണുമാണ്. MgCl2യിലേക്ക് വരാം. MgCl2യിലേക്ക് വരുമ്പോൾ മഗ്നീഷ്യമാണ് അവിടുത്തെ കാറ്റയോൺ, ക്ലോറിൻ ആണ് അവിടുത്തെ ആനയോൺ. ഇനി നമുക്ക് അവരുടെ ചാർജ് എഴുതാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ക്ലോറിന്റെ താഴെ 1, സോഡിയത്തിന്റെ താഴെ 1. അലൂമിനിയത്തിന്റെ താഴെ ഞാൻ സംഖ്യകളൊന്നും എഴുതിയിട്ടില്ല. അതിനർത്ഥം അലൂമിനിയത്തിന്റെ താഴെ 1, ക്ലോറിന്റെ താഴെ 3, മഗ്നീഷ്യത്തിന്റെ താഴെ 1, ക്ലോറിന്റെ താഴെ 2, സോഡിയം 1, ക്ലോറിൻ 1. ശ്രദ്ധിക്കണേ. ഈ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുമെന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? രാസസൂത്രം പഠിക്കുന്ന സമയത്ത് ഉണ്ട്. അതായത് NaCl എന്ന് എഴുതുമ്പോൾ അതിന്റെ താഴെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും അർത്ഥം അവിടെ 1 ഉണ്ട്. മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് എഴുതുന്ന സമയത്ത് മഗ്നീഷ്യത്തിന്റെ താഴെ 1ഉം ക്ലോറിന്റെ താഴെ 2ഉമാണ്. ശരിക്കും ഈ 2 ആരുടെയാണ്? മഗ്നീഷ്യത്തിന്റെയാണ്. ഈ 1 ആരുടെയുമാണ്? ക്ലോറിന്റെയുമാണ്. അപ്പൊ നമുക്ക് മഗ്നീഷ്യം ആദ്യം എഴുതുന്നവൻ കാറ്റയോൺ അല്ലേ? അതെ. അപ്പൊ 2 കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, ചാർജ് +2, സോഡിയത്തിന്റെ ചാർജ് +1. അടുത്ത AlCl3 എടുക്കാം. AlCl3 അലൂമിനിയത്തിന്റെ താഴെ 1 ഉണ്ട്. ആ 1 ക്ലോറിന്റെതാണ്. ഈ 3 അലൂമിനിയത്തിന്റെതാണ്. ചാർജ് കൂടെ ചേർത്ത് എഴുതുമ്പോൾ അലൂമിനിയത്തിന്റെ ചാർജ് +3. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിച്ചു വെച്ച കാര്യമാണ്. കാറ്റയോണിന്റെ ചാർജ് കൂടുന്തോറും സഹസംയോജക സ്വഭാവവും കൂടുതൽ കാണിക്കും. ഇതിൽ ഏത് കാറ്റയോണിനാണ് കൂടുതൽ ചാർജ് ഉള്ളത്? ഇതിലെ അലൂമിനിയത്തിനാണ്. അപ്പോൾ അവനായിരിക്കും ഏറ്റവും കൂടുതൽ സഹസംയോജക സ്വഭാവമുള്ളത്. അതിനേക്കാൾ ചാർജ് കുറവ് എവനാണ്? ഏറ്റവും ചാർജ് കുറഞ്ഞത് സഹസംയോജക സ്വഭാവം കുറഞ്ഞത് NaCl ആണ്. കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഏത് ഓർഡറിലാണ് എഴുതുന്നത് മനസ്സിലായല്ലോ. AlCl3 ഗ്രേറ്റർ ദാൻ MgCl2 ഗ്രേറ്റർ ദാൻ NaCl. ക്ലിയർ? കാരണം as the charge of cation increases, covalent character also increases. ഇവിടെ അലൂമിനിയത്തിന്റെ ചാർജ് +3 ആണ്, മഗ്നീഷ്യത്തിന്റെ ചാർജ് +2 ആണ്, സോഡിയത്തിന്റെ ചാർജ് +1 ആണ്. കൺസെപ്റ്റ് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ തന്നിട്ട് ഫജൻസ് റൂൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. AgBr തന്നിട്ടുണ്ട്, AgCl തന്നിട്ടുണ്ട്, AgF സിൽവർ ഫ്ലൂറൈഡ് തന്നിട്ടുണ്ട്, AgI തന്നിട്ടുണ്ട്. ഇവരെ കോവാലന്റ് ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് ചോദ്യകർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരെ ഏത് ടോപ്പിക്കിലേക്ക് വരണം? ഫജൻസ് റൂളിലേക്ക് വരണം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്കറിയാം ഫജൻസ് റൂളിൽ നമ്മൾ പറയുന്നുണ്ട് ആനയോണിന്റെ വലിപ്പം കൂടുന്തോറും. കാരണം ഇവിടുത്തെ കാറ്റയോൺ സിൽവർ, 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 സിൽവർ. ഇവിടുത്തെ കാറ്റയോൺ എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ആനയോണുകൾ നോക്കാം. ഇവിടെ ബ്രോമിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ അയഡിൻ.
ആനിയോണുകൾ വ്യത്യാസമാണ്. അപ്പൊ നമ്മളിവിടെ പഠിച്ചൊരു പോയിന്റ് ഉണ്ടല്ലോ, ആനിയോണുകളുടെ വലിപ്പം കൂടുന്തോറും കോവാലന്റ് ക്യാരക്ടറും കൂടുന്നു. ഇവരെല്ലാം ഹാലജൻസ് അല്ലേ? അതായത് 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരല്ലേ? അതെ. ഏതൊക്കെയാണ് 17ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ? പറ. ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിപ്പം കൂടിയത് അയോഡിൻ ആണ്. അപ്പോൾ ഇവിടെ അയോഡിൻ ആനയോണായിട്ട് വരുന്നത് ദാ കിടക്കുന്ന എവനല്ലേ? ആനയോണിന്റെ വലിപ്പം കൂടുന്തോറും സഹസംയോജക സ്വഭാവവും കൂടുന്നു. ഇവിടെ ഏറ്റവും വലിപ്പം കൂടിയ ആനയോൺ ഉള്ളത് AgI സിൽവർ അയഡൈഡിലാണ്. അതിനേക്കാൾ കുറവ് AgBrലാണ്. അതിനേക്കാൾ കുറവ് AgClലാണ്. ഏറ്റവും കുറവ് AgF സിൽവർ ഫ്ലൂറൈഡിലാണ്. കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. അപ്പൊ ആനയോണിന്റെ കേസ് വെച്ച് ഞാൻ പറഞ്ഞു തന്നെ. അങ്ങനാണെങ്കിൽ ഫൈനലി ഒരു എക്സാമ്പിളോട് ചെയ്തിട്ട് നമുക്ക് പോകാം. ബുദ്ധിമുട്ടുണ്ടോ? സമയം കൂടുന്തോറും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. നെക്സ്റ്റ് LiCl തന്നിട്ടുണ്ട്, CsCl, അതേപോലെ KCl, അതേപോലെ NaCl. ഇവരെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. സഹസംയോജക സ്വഭാവം ഏറ്റവും കൂടുതലിൽ നിന്ന് ഏറ്റവും കുറവിലേക്കാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. ഏറ്റവും കുറവിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടുത്തെ കാറ്റയോണുകൾ നോക്കാം. ലിഥിയം ഉണ്ട്, സീഷ്യം, പൊട്ടാസ്യം, സോഡിയം. ആനിയോൺ എല്ലാം സെയിമാ, ക്ലോറിൻ. കാറ്റയോണുകളാണ് വ്യത്യാസം. കാറ്റയോണുകളുടെ ഒരു പോയിന്റ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതല്ലേ? ഫജൻസ് റൂളുമായി ബന്ധപ്പെട്ട് എന്താ പോയിന്റ്? കാറ്റയോണിന്റെ വലിപ്പം കുറയും തോറും സഹസംയോജക സ്വഭാവം കൂടുന്നു. കാറ്റയോണിന്റെ വലിപ്പം കുറയണം. ഇവരെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഇതിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞത് ലിഥിയത്തിനല്ലേ? അല്ലെങ്കിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഒരാറ്റത്തിൽ ഒരു പീരിയോഡിക് ടേബിളില് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുക. അപ്പൊ ഏറ്റവും മുകളിലുള്ളവൻ ഏറ്റവും വലിപ്പം കുറവാ. അപ്പൊ ഏറ്റവും വലിപ്പം കുറഞ്ഞ കാറ്റയോൺ ഉള്ളത് LiCl ആണ്. അവനാണ് ഇവിടെ സഹസംയോജക സ്വഭാവം ഏറ്റവും കൂടുതൽ. അതിനേക്കാൾ കുറവ് വരുന്നത് NaCl, അതിനേക്കാൾ കുറവ് വരുന്നത് KCl. പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഫജൻസ് റൂൾ വെച്ച് ഈ തന്ന 3 എക്സാമ്പിൾ നിങ്ങൾ സെറ്റായോ? അപ്പൊ ഫജൻസ് റൂൾ അനുസരിച്ച് സഹസംയോജക സ്വഭാവം കോവാലന്റ് ക്യാരക്ടർ കൂടുന്ന എപ്പോഴൊക്കെയാ? പറ. ഒന്ന്, കാറ്റയോണിന്റെ വലിപ്പം, അതായത് പോസിറ്റീവ് ചാർജ് ഉള്ളവന്റെ വലിപ്പം എന്ത് ചെയ്യണം? കുറയണം. ആനയോണിന്റെ വലിപ്പം കൂടണം, അതായത് നെഗറ്റീവ് ചാർജ് ഉള്ളവന്റെ വലിപ്പം കൂടണം. ഇനി കാറ്റയോണിന്റെ ചാർജ് കൂടുന്ന കേസിലും ഇത് തന്നെ സംഭവിക്കാറുണ്ട്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? 3 വെച്ചുള്ള എക്സാമ്പിൾ ചെയ്തു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. A+X- എന്ന അയോണിക സംയുക്തത്തിന്റെ കോവാലൻസി കൂടുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ സഹസംയോജക സ്വഭാവം കൂടുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഫജൻസ് റൂള് പോസിറ്റീവ് ചാർജ് ഉള്ള A+ന്റെ വലിപ്പം കുറയണം, കാറ്റയോണ. X- വലിപ്പം കൂടണം. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. A+ അയോണുകൾ ചെറുതാകുമ്പോൾ X- അയോണുകൾ വലുതുമാകുമ്പോൾ. എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, PCl5 ആകുന്ന രാസമാറ്റത്തിൽ P യുടെ ഹൈബ്രിഡ് സ്റ്റേറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന ആൻസർ ഒരുവിധം എല്ലാവരും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിനെ തുടർന്ന് പറയുന്ന ഈ കണക്റ്റിംഗ് ഫാക്ട്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാമെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 1 മാർക്ക് എങ്ങനെയും അടിച്ചെടുക്കാം. ഞാൻ ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബോണ്ട് പെയർ BP, ബോണ്ട് പെയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് S. BP = S. മറക്കരുത്, BP = S. അടുത്ത
ലോൺ പെയർ LP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് V minus S by 2. V minus S by 2. BP is equal to S. LP is equal to V minus S by 2. പ്രിയപ്പെട്ടവരെ, എന്താണ് S, എന്താണ് V, എല്ലാം ഞാൻ പറഞ്ഞു തരാം. S എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം. പഠിച്ചു വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതാ. ഇച്ചിരൂടെ താഴെ എഴുതാം, കാണാൻ പറ്റില്ല പലർക്കും അല്ലെ. S എന്താണ്? S is equal to number of surrounding atom ആണ്. എന്താണ് സാറേ V? പറഞ്ഞു തരാം. V എന്ന് പറഞ്ഞാൽ number of valence electrons of the central atom. Number of valence electron, valency അല്ല, അതായത് ഏറ്റവും അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ എണ്ണം. ഓക്കെ, ഇനി ഒരു ഇക്വേഷനൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ഇതാണ്. ഓക്സിജൻ സറൗണ്ടിങ് ആറ്റം ആയിട്ട് വന്നാൽ LP is equal to V minus 2S by 2. ഓക്കെ, എന്താണ് BP? ബോണ്ട് പെയർ. എന്താണ് LP? ലോൺ പെയർ. കണ്ടല്ലോ. അപ്പൊ S എന്താണ്, V എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്സിജൻ സറൗണ്ടിങ് ആറ്റം ആയിട്ട് വന്നാൽ ഏത് ഇക്വേഷൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു എക്സാമ്പിൾ ചെയ്ത് നമുക്കങ്ങ് സെറ്റ് ആയിട്ട് പോകാം. ഒരു ക്വസ്റ്റ്യൻ തരാം, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. H2O. പ്രിയപ്പെട്ടവരെ, H2O വാട്ടർ. എന്നോട് പരീക്ഷ ക്വസ്റ്റ്യൻ ഇട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിൽ എത്ര ബോണ്ട് പെയർ ഉണ്ട്, ഇതിൽ എത്ര ലോൺ പെയർ ഉണ്ട്, ഏതാണ് ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എന്നാണ് ചോദ്യമിട്ട ആള് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് BP is equal to S. എണ്ണത്തിൽ കുറവുള്ളവൻ എപ്പോഴും സെൻട്രൽ ആറ്റമാണ്. മറക്കല്ലേ, എണ്ണത്തിൽ കുറവുള്ളവൻ എപ്പോഴും ഏത് ആറ്റമാണ്? സെൻട്രൽ ആറ്റമാണ്. എന്നാൽ എണ്ണത്തിൽ കൂടുതലുള്ളവനോ സറൗണ്ടിങ് ആറ്റമാണ്. മറക്കുവോ? എണ്ണത്തിൽ കുറവുള്ളവൻ എപ്പോഴും സെൻട്രൽ ആറ്റം, എണ്ണത്തിൽ കൂടുതലുള്ളവനോ സറൗണ്ടിങ് ആറ്റമാണ്. ഇവിടെ പരിശോധിക്കാം. ഹൈഡ്രജൻ 2 എണ്ണമുണ്ട്, ഓക്സിജൻ 1 ഉള്ളൂ. അപ്പൊ ഇവിടെ എണ്ണത്തിൽ കുറവ് ഓക്സിജൻ ആണ്. ഓക്സിജൻ സെൻട്രൽ ആറ്റമാണ്. എണ്ണത്തിൽ കൂടുതൽ ഹൈഡ്രജൻ ആണ്, 2 എണ്ണമുണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ ആണ് സറൗണ്ടിങ് ആറ്റം. അപ്പൊ BP is equal to S, നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം. BP is equal to S. S എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമുണ്ട്. ബോണ്ട് പെയറിന് എണ്ണം കിട്ടി 2. അതാ S കിട്ടി 2, അതുകൊണ്ട് ബോണ്ട് പെയർ 2. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോൺ പെയർ ആണ്. ലോൺ പെയർ LP is equal to, ഇക്വേഷൻ നമുക്കറിയാം, V minus S by 2 എന്നുള്ളതാണ് ഇക്വേഷൻ. V minus S by 2. V എന്താണ് ഉദ്യോഗാർത്ഥികളെ? V എന്ന് പറഞ്ഞാൽ ആരാണോ സെൻട്രൽ ആറ്റം അവന്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം. ഇവിടെ ഓക്സിജൻ അല്ലേ സെൻട്രൽ ആറ്റം? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 അല്ലേ? അതെ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 എന്നല്ലേ എഴുതുന്നത്? അതെ. പറ, അവന്റെ വാലൻസ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമുണ്ട്. അപ്പൊ വിയുടെ വാല്യൂ നമുക്ക് കിട്ടി 6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 മൈനസ് S നമുക്കറിയാം 2 by 2. 6 മൈനസ് 2 4. 4 by 2 2. എത്ര ബോണ്ട് പെയർ കിട്ടി? യെസ്, ബോണ്ട് പെയർ 2. ബോണ്ട് പെയർ 2, ലോൺ പെയറും 2. കണ്ടല്ലോ, 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. എങ്കിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം വളരെ എളുപ്പം കേട്ടോ. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പാടുമില്ല. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്കിവിടെ ബോണ്ട് പെയറിന്റെ എണ്ണം കിട്ടിയല്ലോ. യെസ്, ബോണ്ട് പെയറിന്റെ എണ്ണം എത്ര കിട്ടിയത്? 2. ലോൺ പെയറിന്റെ എണ്ണം എത്ര കിട്ടിയത്? 2. സം എത്ര? ബോണ്ട് പെയറിന്റെ എണ്ണവും ലോൺ പെയറിന്റെ എണ്ണവും കൂട്ടണം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൊരു പാട്. ബോണ്ട് പെയറിന്റെ ലോൺ പെയറിന്റെ എണ്ണം 4 ആണ്. അപ്പൊ നിങ്ങൾ നേരെ പെട്ടി വരയ്ക്കണം. ഒരു പെട്ടി S സബ്ഷനിൽ ഒരു ഓർബിറ്റൽ. അടുത്ത P സബ്ഷനിലാണ്. P സബ്ഷനിൽ 3 ഓർബിറ്റൽ ഉണ്ട്. നമുക്ക് നോക്കാം.
സമ്മ് കിട്ടിയത് 4ആണ്. അപ്പം 4 എണ്ണം വരയ്ക്കണം. 1 2 3 4 കണ്ടല്ലോ. സമ്മ് 2 ആണെങ്കിൽ 2 എണ്ണം വരച്ചാൽ മതി. സമ്മ് 3 ആണെങ്കിൽ 3 എണ്ണം വരച്ചാൽ മതി. ഇവിടെ ബോണ്ട് പെയറിന്റെയും ലോൺ പെയറിന്റെയും സമ്മ് 4 കിട്ടി. 4 എണ്ണം വരച്ചു. നിങ്ങൾ നോക്ക്, ഒരു എസ് ഓർബിറ്റല് 3 പി ഓർബിറ്റല്. കണ്ടോ? ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും. ഇങ്ങനെ ശീലിക്കുക. ഒരു എസ് ഓർബിറ്റല് 3 പി ഓർബിറ്റല്. സമ്മ് 4 വന്ന കണ്ടോ? അപ്പോൾ നമുക്ക് പറയാം ഇവന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp3 ആണ്. കണ്ടോ? ഇവന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp3 ആണ്. ചോദ്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചോദ്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആ ചോദ്യം മനസ്സിലായി എന്ന ഉറപ്പോടുകൂടി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദാ NH3 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവന്റെ ഷേപ്പ് ഒക്കെ ഉണ്ട്, ജോമെട്രി ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ നമുക്ക് ഇതങ്ങ് പറഞ്ഞു പോകാം. സമയപരിമിതി കൊണ്ട് നമുക്ക് ഇതങ്ങ് ഇപ്പൊ പറഞ്ഞു പോകാം. NH3 നമുക്കൊന്ന് ചെയ്യാം. ആദ്യം എളുപ്പ വഴി എഴുതാം. BP is equal to S, LP is equal to V minus S by 2. ഓക്സിജൻ ആണോ സറൗണ്ടിങ് ആയിട്ടാണോ നോക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അല്ല അല്ലേ. നമുക്ക് ചെയ്യാം. എണ്ണത്തിൽ കൂടുതലുള്ള സറൗണ്ടിങ് ആറ്റം ഹൈഡ്രജൻ ആണ്. സറൗണ്ടിങ് ആറ്റം നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. BP is equal to ആദ്യമേ ബോണ്ട് പെയർ കണ്ടുപിടിക്കാം. എത്ര സറൗണ്ടിങ് ആറ്റം? 3. അപ്പൊ നമുക്ക് ബോണ്ട് പെയർ കിട്ടി 3. യാതൊരു പാടുമില്ല അല്ലേ. ഇനി നമുക്ക് ലോൺ പെയർ കണ്ടുപിടിക്കാം. ലോൺ പെയർ എളുപ്പ വഴി നമുക്കറിയാം. V minus S by 2. V എന്ന് പറഞ്ഞാൽ ആരാണോ സെൻട്രൽ ആറ്റം അവന്റെ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം. നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5 എന്നാണ്. V നമുക്ക് കിട്ടി 5 മൈനസ് S നമുക്കറിയാം 3 by 2. 5 മൈനസ് 3 2. 2 by 2 1 കിട്ടി. 3 ബോണ്ട് പെയറുമുണ്ട്, ഒരു ലോൺ പെയറുമുണ്ട്. 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. 3 + 1 സമ്മ് 4 അല്ലേ. സമ്മ് 4 ആണെങ്കിൽ 4 വിരലെടുക്ക്. ഒരെണ്ണം എസ്, 3 എണ്ണം പി അല്ലേ. ഒരു എസ് 3 പി. പ്രിയപ്പെട്ടവരെ ദാ എസ് എന്തായാലും ഒരെണ്ണമേ ഉള്ളൂ. പി എന്തായാലും മാക്സിമം 3 എണ്ണമേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ സമ്മ് 5 വന്ന് നിങ്ങൾ നോക്കിയേ. സമ്മ് 5 വന്ന് ഒരെണ്ണം എന്തായാലും എസ് ആണ്. 3 എണ്ണമേ മാക്സിമം പി പറ്റത്തുള്ളു. അപ്പൊ ഈ ഒരെണ്ണം അടുത്തത് ആരായിരിക്കും? ഡി ആയിരിക്കും. നോക്ക sp3d. sp3d ഹൈബ്രിഡൈസേഷൻ. സമ്മ് 5 വന്നാൽ നോക്ക് സമ്മ് 3 വന്നു. സമ്മ് 3 വന്നാൽ ഒരെണ്ണം എന്തായാലും എസ്. അപ്പൊ ഈ ബാക്കി 2 എണ്ണം ആരാ? പി. അപ്പൊ സമ്മ് 3 വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp2. sp2 കണ്ടല്ലോ. സമ്മ് 6 വന്നു. പറ സമ്മ് 6 വന്നു. ഒരെണ്ണം എന്തായാലും എസ്, 3 എണ്ണം പി, sp3. അപ്പൊ ഈ 2 എണ്ണം ആരാ? ഡി. ഡി മാക്സിമം 5 വരെ പോലെ. sp3d2 ഹൈബ്രിഡൈസേഷൻ. സമ്മ് കിട്ടിയാൽ ഹൈബ്രിഡൈസേഷൻ എളുപ്പമാണ്. അപ്പൊ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് സമ്മ് 4 വന്നു. സമ്മ് 4 വന്നതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇവന്റെ ജോമെട്രി വരുന്നത് ട്രയാഗണൽ പിരമിഡൽ ആണ്. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി ആണ്. നമ്മളതൊക്കെ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിച്ചു മാറ്റിയ കാര്യങ്ങളാണ്. കൺസെപ്റ്റ് മനസ്സിലായോ? ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് വരാം അല്ലെ. ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് PCl3 PCl5. അവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ പറയാം. ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആദ്യം നമുക്ക് PCl3 ചെയ്യാം. ഇപ്പുറത്ത് നമുക്ക് PCl5 ചെയ്യാം. ആദ്യം ബോണ്ട് പെയർ കണ്ടുപിടിക്കാം. BP = ദാ കിടക്കുന്ന 3. ഇവിടെയും BP = ദാ കിടക്കുന്ന നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം 5. ഇനി നമുക്ക് ലോൺ പെയർ കണ്ടുപിടിക്കാം. എളുപ്പ വഴി എല്ലാവർക്കും അറിയാം. V - S/2. V എന്ന് പറഞ്ഞാൽ ആരാണോ സെൻട്രൽ ആറ്റം അവന്റെ അവസാന ഷെല്ലിൽ ഇലക്ട്രോൺ എണ്ണം. ഫോസ്ഫറസ് ആണ് സെൻട്രൽ ആറ്റം. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ 15 ആയതുകൊണ്ട് 2 8 5 എന്നെഴുതാം. അവസാന ഷെല്ല് 2 8 5 എന്നെഴുതാം. അവസാന ഷെല്ല് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ V 5. S ദാ കിടക്കുന്ന 3/2. ഇവിടെയും ലോൺ പെയർ കണ്ടുപിടിക്കാം. V ഇവിടെയും 5 തന്നെയാണ്.
ബട്ട് ലോൺ സറൗണ്ടിങ് ആറ്റം എസ് 5 ആണ് ബൈ 2. ഇവിടെ 5 - 3 2/2 1. ഇവിടെ 5 - 5 0 0/2 0. പ്രിയപ്പെട്ടവരെ, നമുക്ക് എടുത്തെഴുതാം. ഇവിടെ ബോണ്ട് പെയറിന്റെ എണ്ണം 3, ലോൺ പെയറിന്റെ എണ്ണം 1. ഇവിടെ ബോണ്ട് പെയറിന്റെ എണ്ണം 5, ലോൺ പെയറിന്റെ എണ്ണം 0. ഇവിടെ സം എത്ര? 4. ഇവിടെ സം എത്ര? 5. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം. പറ, സം 4 വന്നാൽ ഒരു എസ്, ബാക്കി 3 പി. sp3. pcl3 ഏത് ഹൈബ്രിഡൈസേഷൻ? sp3. pcl5ലോ? പറ pcl5ലോ? യെസ്, 5 ആണ് സമ്മ്, ഒരു എസ്, 3 എണ്ണമേ പി പറ്റത്തുള്ളൂ. അപ്പൊ sp3d ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൺസെപ്റ്റ് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് നേരെ ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് മാർക്ക് ചെയ്തിട്ട് വന്നിട്ട് ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് വരുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. പ്രിയപ്പെട്ടവരെ, PCl5മായി ബന്ധപ്പെട്ട നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണേ. PCl5മായി ബന്ധപ്പെട്ട നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. PCl5ന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ ആൻസർ പറയും. PCl5ന്റെ ജോമെട്രി ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. ട്രയഗണൽ ബൈ പിരമിഡൽ ആണ് PCl5ന്റെ ജോമെട്രി എന്ന് പറയുന്നത്. PCl5ലെ ബോണ്ട് ആംഗിൾസ് പറ. PCl5ലെ ബോണ്ട് ആംഗിൾസ് 90 ഡിഗ്രിയും 120 ഡിഗ്രിയുമാണ്. PCl5ലെ ബോണ്ട് ആംഗിൾസ് 90 ഡിഗ്രിയും 120 ഡിഗ്രിയുമാണ്. ഇനി ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന കാര്യം. ഞാനൊന്ന് മായ്ക്കുവാണേ. PCl5ന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ. ആരാ സെൻട്രൽ ആറ്റം? എണ്ണത്തിൽ കുറവുള്ള ഫോസ്ഫറസ് ആണ്. ഇതാണ്ട്, ഇങ്ങോട്ടൊരു ക്ലോറിൻ, ഇങ്ങോട്ടൊരു ക്ലോറിൻ, ഇങ്ങോട്ടൊരു ക്ലോറിൻ. ഇനി മുകളിലോട്ടൊരു ക്ലോറിൻ, താഴോട്ടൊരു ക്ലോറിൻ, താഴോട്ടൊരു ക്ലോറിൻ. കണ്ടല്ലോ മക്കളെ? ഇവന്റെ ഷേപ്പാണ്, ഈ ഷേപ്പാണ് ട്രയഗണൽ പിരമിഡൽ എന്ന് പറയുന്നത്. അതായത് ബേസ് ഉണ്ടല്ലോ, ബേസ്, അതിന് ട്രയാങ്കിൾ ഷേപ്പ്. പിന്നെ മുകളിലോട്ടൊരു ബോണ്ട് കാണും, താഴോട്ടൊരു ബോണ്ട് കാണും. ഇതെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ബേസ് ട്രയാങ്കിള്, പക്ഷെ നേരെ നോക്കുമ്പോൾ ഒരു പിരമിഡൽ, താഴോട്ട് നോക്കുമ്പോഴും ഒരു പിരമിഡൽ. അപ്പൊ ഷേപ്പ് 2 പിരമിഡൽ. ഒരു ട്രയാങ്കിളില് മുകളിലോട്ടും ഒരു പിരമിഡല്, താഴോട്ടും ഒരു പിരമിഡല്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷേപ്പിനെ ഏത് പേര് വിളിക്കുന്നത്? പറ, ട്രയഗണൽ ബൈ പിരമിഡൽ. PCl5ന്റെ ഷേപ്പ് ഇതാണ്. ഈ PCl5ന്റെ ട്രയഗണൽ പിരമിഡൽ ഷേപ്പില് ഈ മഞ്ഞ കൊണ്ട് വരച്ചിരിക്കുന്ന ഈ 3 ബോണ്ട് കണ്ടോ? ഈ 3 ബോണ്ടിനെ നമുക്ക് ഇക്വറ്റോറിയൽ ബോണ്ടുകൾ എന്ന് വിളിക്കാം. അപ്പൊ PCl5ലെ ഇക്വറ്റോറിയൽ ബോണ്ടുകളുടെ എണ്ണം എത്രയാണ്? 3. പച്ച വര കൊണ്ട് വരച്ചിരിക്കുന്ന കണ്ടോ? അവനെ ആക്സിയൽ ബോണ്ടുകൾ എന്ന് വിളിക്കാം. അപ്പൊ PCl5ലെ ആക്സിയൽ ബോണ്ടുകളുടെ എണ്ണം എത്രയാണ്? 2. അപ്പൊ ഇൻ PCl5 there are 3 equatorial bonds and 2 axial bonds. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പിന്നെ നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയുന്നവന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഈ ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയുന്നവന് ആക്സിയൽ ബോണ്ടിന് ഈ ആക്സിയൽ ബോണ്ടിന് നിങ്ങൾ കണ്ടല്ലോ, മുകളിലോട്ട് ആ പച്ച വര വരച്ച് വെച്ചേക്കുന്ന കണ്ടല്ലോ, ആ മുകളിലോട്ട് പോയിരിക്കുന്ന ഈ 2 എണ്ണത്തിന് ലെങ്ത് എന്താണ്? കൂടുതലാണ്. ആരേക്കാൾ കൂടുതലാണ്? ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാൾ ആക്സിയൽ ബോണ്ടിന് ലെങ്ത് കൂടുതലാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം ആ മഞ്ഞ വര കൊണ്ട് വരച്ചേക്കുന്ന കണ്ടല്ലോ, ആ മഞ്ഞ വര കൊണ്ട് വരച്ച ഈ ഇക്വറ്റോറിയൽ ബോണ്ടിൽ നിന്നുള്ള റിപ്പൽഷൻ കാരണം, ഈ Cl ഇവിടെ ആണെന്നിരിക്കട്ടെ, അപ്പൊ എവന്മാർ അടുത്തിരിക്കും. അപ്പൊ അടുത്തിരുന്നാൽ ഈ ഇക്വറ്റോറിയൽ ബോണ്ടിൽ നിന്ന് റിപ്പൽഷൻ ഉണ്ടാകുന്നു.
ഈ റിപ്പൽഷൻ കാരണമാണ് ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നത്? കൂടിയത്. എവന്മാരിൽ നിന്നുള്ള റിപ്പൽഷൻ കാരണമാണ് ഈ ഇക്വറ്റോറിയൽ ബോണ്ടിന്റെ ലെങ്ത് എന്ത് ചെയ്തത്? കൂടിയത്. അറിഞ്ഞിരിക്കണേ, PCl5ന്റെ ജോമെട്രി ട്രയഗണൽ ബൈ പിരമിഡൽ ആണ്. ഹൈബ്രിഡൈസേഷൻ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. 3 ഇക്വറ്റോറിയൽ ബോണ്ട് ഉണ്ട്, 2 ആക്സിയൽ ബോണ്ട് ഉണ്ട്. ഇക്വറ്റോറിയൽ ബോണ്ടിന്റെ ലെങ്ത് ആക്സിയൽ ബോണ്ടിന്റെ ലെങ്തിനേക്കാൾ എന്താണ്? കൂടുതലാണ്. ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത് ഇക്വറ്റോറിയൽ ബോണ്ടിന്റെ ലെങ്തിനേക്കാൾ കൂടുതലാണ്. ഏറ്റവും ലെങ്ത് കൂടുതൽ ആക്സിയൽ ബോണ്ടിനാണ്. കാരണം ഈ ഇക്വറ്റോറിയൽ ബോണ്ടിൽ നിന്നുള്ള റിപ്പൽഷൻ കാരണം, വികർഷണം കാരണമാണ് ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത് കൂടാൻ കാരണമാണ്. Due to its unsymmetric structure, due to this unsymmetric structure, PCl5 is highly reactive. Due to this unsymmetric structure, PCl5 is highly reactive. Assertion reason ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നേ. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ഇവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. SO4 ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. SO4 ഇവന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യം നോക്കാം. ബോണ്ട് പെയർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. BP = S. ക്ലിയർ? അടുത്ത നോക്ക്. ഓക്സിജൻ ഇവിടെ സറൗണ്ടിങ് ആറ്റമാണ്. ക്ലിയർ അല്ലേ? ഓക്സിജൻ സറൗണ്ടിങ് ആറ്റം ആയതുകൊണ്ട് ഇക്വേഷൻ ഏതെടുക്കണമെന്ന് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വന്നോ? V - 2s/2. ഓക്കെ. അയോണുകളുടെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുമ്പോൾ ചില പൊടി നമ്പറുകളുണ്ട്, പറഞ്ഞു തരാം. BP = S ആണ്. അതായത് ബോണ്ട് പെയറിന്റെ എണ്ണം നമുക്ക് ഇവിടെ കാണുമ്പോഴേ അറിയാം. 4. SO4 ബോണ്ട് പെയറിന്റെ എണ്ണം കിട്ടിയേ 4 കിട്ടി. നെക്സ്റ്റ് ലോൺ പെയറിന്റെ എണ്ണം കണ്ടുപിടിക്കാം. ഇക്വേഷൻ V - 2s/2 ആണ്. ഇനി ഓരോന്നും എടുത്തെഴുതാം. V എഴുതാം. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. സെൻട്രൽ ആറ്റം സൾഫർ ആണ്, ശരി. അറ്റോമിക് നമ്പർ 16 ആണ്, ശരി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286. അപ്പോൾ V കിട്ടി സാറേ 6. തെറ്റ്. ഇവിടെ അയോൺ ആണ്. അയോണിന്റെ കേസിൽ മുകളിൽ എത്ര ചാർജ് ആണോ 2- എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 2 എണ്ണത്തെ കൂടെ അവൻ സ്വീകരിച്ചു. അപ്പൊ 6 + 2 വാലൻസി 8 എടുത്തോണം. V 8 എടുക്കണം. മനസ്സിലായോ? ഇനി അടുത്തത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V നമുക്ക് കിട്ടി 8. വീഡിയോ ഒന്നുകൂടെ ബാക്കിലോട്ട് അടിക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. 8 - S നമുക്കറിയാം. S 4 ആണ്. S 4 ആയതുകൊണ്ട് നമുക്കറിയാം 2s എന്ന് പറയുമ്പോൾ 2 × 4 8/2. 8 - 8 0. 0/2 എത്രയാണ്? 0 ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ പറ, ബോണ്ട് പെയറിന്റെ എണ്ണം 4, ലോൺ പെയറിന്റെ എണ്ണം 0. 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും. സമ്മ് 4 അല്ലേ? 4 + 0 സമ്മ് 4 അല്ലേ? സമ്മ് 4 വന്നാൽ ഹൈബ്രിഡൈസേഷൻ പറ. 1s 3p. ഏത് ഹൈബ്രിഡൈസേഷൻ? sp3 ഹൈബ്രിഡൈസേഷൻ. ടെട്രാഹീഡ്രൽ ആണ് ജോമെട്രി. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല, ഒരവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ SO4 നിങ്ങൾ ചെയ്തെങ്കിൽ എത്ര പേര് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും നോക്കട്ടെ. CO3 കാർബണേറ്റ് ചെയ്യണേ. CO3 കാർബണേറ്റ്. ഓക്കെ, നിങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഉപകാരപ്പെടുന്നുണ്ടല്ലോ? നെക്സ്റ്റ്, രണ്ടാമത്തെ പീരീഡിലെ ഏത് മൂലകത്തിന്റെ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ അസിഡിക്? പ്രിയപ്പെട്ടവരെ, ഇത് +1 3rd ചാപ്റ്റർ
ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ പീരിയോഡിക്കൽ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മളിത് ചർച്ച ചെയ്തതാണ് അല്ലേ? ഇത് ചർച്ച ചെയ്ത കാര്യമാണ് ക്ലാസ്സിൽ. എങ്കിലും നമുക്കിവിടുന്ന് പറയാം. അപ്പൊ പീരിയോഡിക് ടേബിൾ സെക്കൻഡ് പീരീഡ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡിൽ ഹൈഡ്രജനും ഉണ്ട്, ഹീലിയവും ഉണ്ട്. സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പറ. ലിഥിയം ഉണ്ട്, ബെറിലിയം ഉണ്ട്, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇതാണ് സെക്കൻഡ് പീരീഡ്. സെക്കൻഡ് പീരീഡിൽ ഏറ്റവും അല്ലേ ഏത് മൂലകത്തിന്റെ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി കാണിക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്തോറും അസിഡിക് നേച്ചറും കൂടും. കേട്ടല്ലോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്തോറും അസിഡിക് നേച്ചർ കൂടും. ദെൻ വി നോ ദാറ്റ് ഈ തന്നിരിക്കുന്നവയിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? ഫ്ലൂറിനാ. അപ്പൊ ആരുടെ ഓക്സൈഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി കാണിക്കുന്നത്? ഫ്ലൂറിന്റെ ഓക്സൈഡ് ആണ്. നോ ഡൗട്ട്. ഡൗട്ട് ഒന്നുമില്ലല്ലോ ആ കാര്യത്തിൽ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓർത്തിരിക്കണേ നമ്മള്. യെസ്. താഴെ പറയുന്നവൽ ഏത് ജോഡികളാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വികർണന ബന്ധം അല്ലെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജോഡികളാണ്? നമുക്കൊന്ന് ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം നമുക്ക് എലമെന്റ്സ് ഒന്ന് വരയ്ക്കാം പീരിയോഡിക് ടേബിളിൽ അല്ലേ. ലിഥിയം ഉണ്ട്, ബെറിലിയം, പിന്നെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇത് സെക്കൻഡ് പീരീഡ്. ഇനി തേർഡ് പീരീഡ് വരുമ്പോൾ നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? പറയാം. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകവും തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകവും സ്വഭാവത്തിൽ സാദൃശ്യം കാണിക്കുന്നു. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകവും തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകവും തമ്മിൽ സ്വഭാവത്തിൽ സാദൃശ്യം കാണിക്കുന്നു. ആ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ബെറിലിയവും അലൂമിനിയവും തമ്മിലാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്ക്, അങ്ങനെയാണെങ്കിൽ ബോറോണും സിലിക്കണും തമ്മിലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബണും ഫോസ്ഫറസും തമ്മിലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നൈട്രജനും സൾഫറും തമ്മിലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്സിജനും ക്ലോറിനും തമ്മിലാണ് കാണിക്കുന്നത്. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകവും തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകവുമാണ്. ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം, അതിന്റെ തൊട്ടടുത്ത ഗ്രൂപ്പിലെ രണ്ടാമത്തെ മൂലകവുമാണ് സ്വഭാവത്തിൽ സാദൃശ്യം കാണിക്കുന്നത്. ആ പ്രോപ്പർട്ടിയെ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നു. എങ്കിൽ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ദാ കിടക്കുന്ന നൈട്രജനും സൾഫറും, ഓപ്ഷൻ സി. ഇതും +1 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇവിടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, ഈ പാഠത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ടർ ഉണ്ട്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, സമ ഇലക്ട്രോണിക് സ്പീഷീസ്. എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങളെയോ അയോണുകളെയോ ആറ്റം ഗ്രൂപ്പിനെയോ നമുക്ക് എന്ത് വിളിക്കാം? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കാം. ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വരുന്ന ആറ്റത്തെയോ ആറ്റം ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ അയോണുകളെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം ഉദാഹരണം. N2, അതേപോലെ O-, അതേപോലെ Mg2+, അതേപോലെ CO. ഇതിൽ ആരൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. ഒരു മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണോ അതു തന്നെയാണ് അവന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം. ശരിയല്ലേ? ഇവിടെ നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7, അപ്പൊ അവന്റെ ഇലക്ട്രോണിന്റെ എണ്ണവും എത്ര തന്നെയാ? 7 തന്നെയാ.
അപ്പോൾ ഒരു നൈട്രജനിൽ 7 ഇലക്ട്രോൺ ആണെങ്കിൽ 2 നൈട്രജനിലൂടെ എത്ര എണ്ണമുണ്ട്? 14. അടുത്ത ഓക്സിജൻ, ഒരു ഓക്സിജൻ ഇലക്ട്രോൺ എണ്ണം 8. അപ്പോൾ O- എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു. 8 എണ്ണം ഉള്ളതിൽ നിന്ന് ഒന്നുകൂടെ സ്വീകരിച്ചാൽ അവിടെ 9 ഇലക്ട്രോൺ ആണ്. അടുത്ത Mg2+, മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം 12. 2+ എന്ന് വെച്ചാൽ അർത്ഥം 2 എണ്ണം കളഞ്ഞു, ബാക്കി എത്ര എണ്ണമേ ഉള്ളൂ? 10. അടുത്തത് കാർബൺ മോണോക്സൈഡ്. കാർബണിലെ ഇലക്ട്രോണിന്റെ എണ്ണം നമുക്കറിയാം 6. ഓക്സിജനിലെ ഇലക്ട്രോണിന്റെ എണ്ണം നമുക്കറിയാം 8. 6+8 അവിടെ ടോട്ടൽ 14 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരേ എണ്ണം ഇലക്ട്രോണുകൾ വന്നത് നൈട്രജനും കാർബൺ മോണോക്സൈഡുമാണ്. അതുകൊണ്ട് ഇവിടെ നൈട്രജനും കാർബൺ മോണോക്സൈഡുമാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിരിക്കുക? ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഇനിയുമുണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മെയിൻ എക്സാമിന് വേണ്ടി മോക്ക് എക്സാമുകൾ കൊണ്ടുവരുന്നതായിരിക്കും. നീറ്റിൻ്റെയും ജെയുടെയൊക്കെ PYQs നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും, നിങ്ങളുടെ ടോപ്പിക് ഈസിലി കവർ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇപ്പോഴേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ, ടോപ്പിക്ക് പഠിക്കണ്ട എന്നല്ല അതിനർത്ഥം, അത് പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വാസത്തോടു കൂടി താങ്ക് യു.